ഈ സഖാവ് ഗോവിന്ദൻ മാഷൊക്കെ ഉണ്ടല്ലോ, അതായത് ഇതിൻ്റെ ഈ പാർട്ടി സെക്രട്ടറി, ഒന്ന് മനസ്സിലാക്കണം, ഇവനെയൊക്കെ ചങ്ങലക്കിയിട്ടില്ലെങ്കിലുണ്ടല്ലോ, ഒന്ന് പിടിച്ചു നിർത്തിയില്ലെങ്കിൽ അവർക്കിനി ഇവിടെ പൊട്ട് തൊടാൻ ഒരവസരം കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കണം. ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ പ്രസ്ഥാനത്തിനോട് ഒരു വിരോധമില്ല, പക്ഷേ എനിക്ക് വിരോധമുണ്ട് ഈ പൂക്കോട് ആ വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥനെ ഇതേപോലെ 3 ദിവസമായിട്ട് തല്ലിയതിനകത്ത്, ആ കുട്ടിയുടെ മരണം സംഭവിച്ചതിനകത്ത് ഉത്തരവാദികൾ ഇവരാണ്. ഇതേപോലെ വേണ്ട തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇവർക്ക് ഒരു ഇടിമുറി ഉണ്ടായിരുന്നു ഇതുമാതിരി. ആ ഇടിമുറി അവസാനം പൂട്ടിച്ചതാണ്. പൂട്ടിച്ചപ്പം ആ മുറിയിൽ നിന്ന് കണ്ടെടുത്തേക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. അതായത് സർവകലാശാല എക്സാമിനേഷന് കൊടുക്കേണ്ട ആൻസർ ഷീറ്റുകൾ അതിനകത്ത് എടുത്തേക്കുന്നത് ഭാഗികമായിട്ട് പൂരിപ്പിച്ചതുപോലും ഉണ്ട്. ചിലത് നമ്പർ 8 കൊടുത്തേക്കുന്ന ആൻസർ ഷീറ്റാണ്. അത് അവിടുത്തെ ഒരു പ്രൊഫസറുടെയോ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെയോ സീല് അതിനകത്തിരിക്കുന്നത്. ഇത് ഒക്കെയാണ്. ഇതാണോ നമ്മുടെ ഇതാണോ വിദ്യാർത്ഥി സംഘടനയുടെ, ഒരു വിദ്യാർത്ഥി യൂണിയൻ എന്ന് പറയാവുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ജോലികൾ ഇതൊക്കെയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇതിനെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണം എവിടെ പോയി? അയാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, വിളിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ രീതിയിലാണ് ഇവിടുത്തെ അന്വേഷണം പോലും പോകുന്നത്. ഇവരെന്ത് ചെയ്താലും, കുട്ടി സഹാക്കന്മാരെന്ത് ചെയ്താലും അപ്പന്മാരും അച്ഛന്മാരും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. നല്ലത് നടക്കട്ടെ. കാരണം ഏവന്മാരിറങ്ങി അടിയുണ്ടാക്കിയാൽ ഇനി ക്ലച്ച് പിടിക്കത്തുള്ളൂ എന്നുള്ള ഒരു ധാരണ വന്നു. പണ്ടങ്ങനെ ആയിരുന്നു. ഭരണത്തിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ യവന്മാരെ തെരുവിലേക്ക് ഇറക്കി വിടും. കുറേ എണ്ണം അടിച്ച് കീറും, മണ്ടയടിച്ച് കീറും. ഇവർക്കൊക്കെ വേണ്ടത് യങ് ബ്ലഡാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ രാഷ്ട്രീയ നേതൃത്വം ആഗ്രഹിക്കുന്നത്, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും ആഗ്രഹിക്കുന്ന, അവർക്ക് യങ് ബ്ലഡാണ് അവർക്ക് വേണ്ടത്. ഈ കുട്ടികളെ, യുവാക്കളെ അങ്ങോട്ട് തള്ളി തെരുവിലേക്ക് വിട്ടിട്ട് അവിടെ കിടന്ന് അടിയുണ്ടാക്കി നശിച്ച് മണ്ട കയറും. കൂടുതൽ അടി കൊള്ളുന്നവനും കൂടുതൽ രക്തം ചൊരിയുന്നവനും ഒക്കെ അവരൊക്കെ രക്തസാക്ഷികളായിട്ടും വലിയ ആളുകളായിട്ടും അങ്ങ് മാറുക എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് പോകും. അങ്ങനെ വരുന്നുണ്ടേ അവർക്ക് വിജയം കൊയ്യാം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ജനങ്ങൾ, ഞാൻ വിചാരിച്ചിരുന്ന പോലെ അല്ല നമ്മുടെ വോട്ടർമാർ. അവരൊരു ബഹുദൂരം മുന്നേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവർ നന്നായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, ഉത്തമ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ. നമ്മുടെ രാജ്യമൊട്ടാകെ അവർ തിരിച്ചറിയുന്നു. അയോധ്യയിൽ അമ്പലം പണിഞ്ഞല്ലോ, ക്ഷേത്രം പണിഞ്ഞു. ഒരു പള്ളി വിളിച്ച സ്ഥലത്താണ് ഈ ക്ഷേത്രം പണിയുന്നത്. ആ അയോധ്യയിലെ ജനങ്ങൾ ആരെങ്കിലും അവിടെ ചെന്ന് പോയ എന്തൊക്കെ ഘോഷികളാണ് അവിടെ കാണിച്ചതെന്നുള്ളതറിയോ? നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം രാഷ്ട്രീയത്തിന് വേണ്ടി, വിജയത്തിന് വേണ്ടിയാണ്. അവസാനം അവിടെ അമ്പെ പരാജയപ്പെട്ടില്ലേ? ഫൈസാബാദിൽ വളരെ വലിയ ഭൂരിപക്ഷത്തിലല്ലേ അവിടെ സമാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിച്ചത്? കണ്ടതാണ്. BJPക്ക് അവിടെ എന്ത് കിട്ടി? യു പിയിലാകെ എന്ത് കിട്ടി? എവിടൊക്കെ ഈ അമ്പലത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാൻ പോയോ? ദൈവത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കാൻ പോയോ? അവിടെ എല്ലാം തകർന്ന് തരിപ്പണമായില്ലേ? ഇവർ ജയ് ശ്രീറാം വിളിക്കുമല്ലോ. ശ്രീരാമ ഭഗവാൻ ഇവരെ സംരക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അമ്പലം പണിഞ്ഞ സ്ഥലത്ത് വേണ്ടേ അത് നടക്കാൻ? നമ്മൾ കണ്ടില്ലല്ലോ അതൊക്കെ. അവസാനം അയോധ്യയിൽ മത്സരിക്കാനായിരുന്നു ആദ്യം നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ തീരുമാനം. പക്ഷേ ഒരു ഗ്രൗണ്ട് വർക്കൊക്കെ നടത്തി നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി. അവിടെ നേരെ തിരിച്ച് പഴയ രാവണത്തിലേക്ക് പോയി. എന്നിട്ട് പോലും കഷ്ടിച്ച് കടന്നുകൂടിയതല്ലേ? ഇതാണ് കാര്യം. ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിനെ ന്യായീകരിക്കാൻ പോകുന്ന, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്നാൽ, ഇത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ഇങ്ങനെയുള്ള പണികൾ കാണിച്ചാലും, ജനങ്ങളെ ഇതുപോലെ ഉപദ്രവിച്ചാലും, ജനങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളാണ് യജമാന്മാർ ജനാധിപത്യത്തിൽ. അത് തിരിച്ചറിയണം. ഈ സാധാരണ ജനങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അധ്യാപകരെ ഇതേപോലൊരു അടിക്കുന്നതും, പ്രിൻസിപ്പലിനെ അടിക്കുന്നതും, അതിനുശേഷം കാലും കൈയും വെട്ടുമെന്ന് വിളിച്ചു പറയുന്നതും, പിന്നെ എല്ലാത്തിനെയും തല്ലിക്കൊന്ന് ആംബുലൻസിൽ കയറ്റുമെന്ന് പറയുന്നതും, ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇവരൊന്ന് തിരിച്ചറിയണം. ഇവരെന്തേ തിരിച്ചറിയാത്തത്? ബോംബുണ്ടാക്കി അവിടെ മരിക്കുന്നത് പോലും സ്മാരകം പണിയുന്നവർ ഇതെങ്ങനെ തിരിച്ചറിയും? ഇവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്രേ എനിക്ക് പറയാം.